മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം. കൽപ്പറ്റയിലും നെടുമ്പാലയിലും ടൗൺഷിപ്പ് നിർമ്മിക്കും. കൽപ്പറ്റയിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 സ്ക്വയർ ഫീറ്റിൽ വീടൊരുക്കും. ടൗൺഷിപ്പിൽ ആശുപത്രിയും സ്കൂളും റോഡുമടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകും. 750 കോടി രൂപയാണ് ടൗൺഷിപ്പിന് പ്രതീക്ഷിക്കുന്നത്. ഊരാളുങ്കലിനാണ് നിർമ്മാണ കരാർ. മുഖ്യമന്ത്രി അധ്യക്ഷനായ പുനർനിർമ്മാണ സമിതിക്കാണ് മേൽനോട്ട ചുമതല. പുനരധിവാസം അതിവേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ടൗൺഷിപ്പിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റുമായിരിക്കും നൽകുക. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യകേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെയിൻ ലാബ്ദീനും വയനാട്ടിൽ നിന്ന് ടി അനീസ് അലിയും ചേരുന്നുണ്ട്. ആദ്യം സേഫിലേക്ക് പോവുകയാണ്. സേഫ്, മുഖ്യമന്ത്രി സമഗ്രമായ എല്ലാ കാര്യങ്ങളും ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞ് വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമഗ്രമായി എങ്ങനെ? രണ്ട് എസ്റ്റേറ്റുകൾ, എൽസ്റ്റോൺ എസ്റ്റേറ്റ്, നെടുമ്പാല എസ്റ്റേറ്റ്. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് 58 ഹെക്ടർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് 48 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കും. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ 5 സെന്റ് നൽകുമ്പോൾ നെടുമ്പാല എസ്റ്റേറ്റിൽ 10 സെന്റിലാണ് വീട് നിർമ്മിക്കുന്നത്. അത് ഭൂമിയുടെ വില കണക്കാക്കിക്കൊണ്ടാണ് ഈ 5 സെന്റ് 10 സെന്റ് എന്നുള്ള കണക്കാക്കുന്നത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ കുറച്ചുകൂടെ വിലയുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 5 സെന്റ് ഇവിടെ 10 സെന്റ് എന്ന് പറയുന്നത്. 1000 സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നില വീടുകൾ മാത്രമല്ല, അവിടെ പാർക്കിങ്ങിനുള്ള വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും. അവിടെ ആശുപത്രിയുണ്ട്, അംഗനവാടിയുണ്ട്, വിദ്യാലയമുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, ലൈബ്രറികളുണ്ട്, കളിസ്ഥലമുണ്ട്. അങ്ങനെ ഒരു പ്രദേശത്തിനാവശ്യമായ ഒരു പ്രദേശത്തെ ആകെ പുനർനിർമ്മിച്ചെടുക്കുക എന്നുള്ള വലിയ ടാസ്ക് അതാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. കരട് പദ്ധതി രേഖ കഴിഞ്ഞ ആഴ്ച തന്നെ മന്ത്രിസഭാ യോഗത്തിന് മുന്നിലേക്ക് വന്നിരുന്നു. ഇന്നിപ്പോൾ ആ പദ്ധതി രേഖ വിശദമായി തന്നെ ചർച്ച ചെയ്തു. 2 മണിക്കൂറോളം നീണ്ട മന്ത്രിസഭാ യോഗത്തിലാണ് ആ വിശദമായ പദ്ധതി രേഖ ചർച്ച ചെയ്തത്. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അത് ആ പദ്ധതി എങ്ങനെ ഇരിക്കും എന്നുള്ളത് മന്ത്രിസഭാ യോഗത്തിലും ചീഫ് സെക്രട്ടറി വിശദീകരിക്കുകയുണ്ടായി. ഇത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചുമതല. മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത് കിഫ്കോൺ എന്ന് പറയുന്ന ഏജൻസിക്കാണ്. നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത്. എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ. 25-ാം തീയതിയോടുകൂടി ഗുണഭോക്താക്കളുടെ ഒരു പട്ടിക സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും എത്ര വീടുകൾ നിർമ്മിക്കാൻ കഴിയും എന്നുള്ള കാര്യം, എത്ര വീടുകൾ നിർമ്മിക്കേണ്ടി വരും എന്നുള്ള കാര്യം വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടവും വിലയിരുത്താൻ വേണ്ടി ത്രിതലതല സമിതിയുണ്ട്. മുഖ്യമന്ത്രിയാണ് ആ സമിതിയുടെ അധ്യക്ഷനായിട്ട്